ശബരിമല സന്നിധാനം എപ്പോഴും ഇങ്ങനെയാകണമെന്നാണ് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ ആഗ്രഹിക്കുന്നത്. തിക്കിലും തിരക്കിലും പെട്ടു വലഞ്ഞ അയ്യപ്പ ഭക്തന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ ഈ പോലീസ് സ്വാമി സ്വന്തം കൈകളിലേക്ക് വാങ്ങി. ഈ ദൃശ്യം പകർത്തുന്നതിന് മുമ്പ് മണിക്കൂറുകളോളം ഇതായിരുന്നില്ല സന്നിധാനത്തെ അവസ്ഥ. 18-ാം പടിക്ക് താഴെ ആയിരങ്ങൾ തിരക്കുകൊണ്ട് വലഞ്ഞു. കുട്ടികൾ തിരക്കിനിടയിൽ പെട്ടു. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന സ്ഥിതിയായപ്പോൾ ADGP S. ശ്രീജിത്ത് തിരുമുറ്റത്തേക്ക് ഓടിയെത്തി 18-ാം പടിക്ക് സമീപം നിന്ന് തിരക്ക് നിയന്ത്രിക്കാൻ നേതൃത്വം നൽകി. ഏറെ പണിപ്പെട്ട് പോലീസ് തിരക്ക് നിയന്ത്രണ വിധേയമാക്കി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറും സന്നിധാനത്തെത്തി. എന്താണ് സംഭവിച്ചതെന്ന് ADGP S. ശ്രീജിത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ധരിപ്പിച്ചു. നിലവിൽ ആശങ്ക വേണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അറിയിപ്പ്. പോലീസിന്റെ കൺട്രോളറായിട്ടുള്ള ശ്രീജിത്ത് നമ്മോടൊപ്പമുണ്ട്. കാര്യങ്ങൾ നിയന്ത്രണ അധീനമാണ്. അനിയന്ത്രിതമാണെന്നോ അല്ലെങ്കിൽ ആശങ്കാജനകമാണോ എന്നും പറയത്തക്ക സാഹചര്യമില്ല. ആകെ കൂടെ 1 ലക്ഷം ആളുകളാണല്ലോ നമുക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും മറ്റതിലൂടെ വരുന്നത്. കുറച്ച് ഒരുപക്ഷെ ഇതൊന്നുമില്ലാത്തവരും കയറിയിട്ടുണ്ടാവണം. അത് നിയന്ത്രിക്കും. 20,000 സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കുന്നതോടുകൂടി 70-ഉം 20-ഉം 90,000 ആളുകൾ പോട്ടെ, ഒരു 10 പേരും കൂടെ, അങ്ങനെ 1 ലക്ഷമായിട്ട് ശബരിമലയിലേക്കുള്ള ആളുകളുടെ എണ്ണം നിജപ്പെടുത്തും. പ്രതിദിനം 1 ലക്ഷം പേർ വരെ വന്നാലും സന്നിധാനത്ത് ആശങ്ക ഉളവാക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറയുന്നത്. മണിക്കൂറുകൾ അയ്യപ്പ ദർശനത്തിന് കാത്തുനിൽക്കുന്നത് ഭക്തർ സഹിക്കും. പക്ഷേ തിക്കും തിരക്കും അത് താങ്ങാൻ പറ്റുന്നതിലും അധികമാണെന്നാണ് ഭക്തർ പറയുന്നത്. Very heavy crowd. We were allowed only up to 7 o'clock. We were waiting there. Shelter number 18. Yesterday night 8 o'clock we reached. Till today morning 4:30 we are made to wait there. No water facility, no sanitation facility. Sir, please take up with authorities. A tragedy is waiting to happen. In the name of Lord Ayyappa, we don't want anything to happen. Please protect us. കണ്ണിറയെ അയ്യനെ കാണണം, മല ഇറങ്ങണം. അതുമാത്രമാണ് ഭക്തരുടെ ആഗ്രഹം. വീഡിയോ ജേർണലിസ്റ്റ് റിജു ഇന്ദിരയ്ക്കൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ സന്നിധാനം.